അതായത് ഈ സർക്കാരിൻ്റെ പിഴവുകളെ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഇതൊരു UDF LDF പോരാട്ടമായിരിക്കും എന്നാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്. അതുകൊണ്ട് അൻവർ ഒരു ഫാക്ടറല്ല, അൻവർ ഒരു ഇടത് വിമതനാണ്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളായിരിക്കും. അതിനി UDFിൻ്റെ തലയിൽ കെട്ടിവെക്കാനോ UDFിൻ്റെ മേൽ അതിൻ്റെ പഴി ചാരി വെക്കാനോ ശ്രമിക്കേണ്ട എന്നാണ് താങ്കളുടെ മറുപടി. ശ്രീ ഗോപികൃഷ്ണൻ, ഒരു കാര്യം നേരത്തെ സന്ദീപ് വാര്യർ അങ്ങനെ പറയാനിടയാകുന്ന സാഹചര്യം അവർക്ക് അൻവറിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നില്ല. ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകരെയോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലുമോ അൻവറിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്തൊരു പ്രതിസന്ധി അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ അവർക്ക് ഒരു കച്ചിത്തുരുമ്പായി അദ്ദേഹത്തിൻ്റെ സഹായം കൂടി കിട്ടണം എന്നവർ കരുതി കാണും. അതുകൊണ്ടാണ് VD സതീശനല്ലാത്ത മറ്റു കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം മറ്റു തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെത്ര മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങളുടെ മുന്നിൽ കാണുകയാണ്. ഏറ്റവും ഒടുവിൽ അൻവറിൻ്റെ വീട്ടിലേക്ക് VD സതീശൻ്റെ ഏറ്റവും അരുമശിഷ്യനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം രാത്രി പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഇവർ നിഷേധിക്കുമ്പോൾ നമ്മളാരും ഒന്നും മനസ്സിലാക്കാത്തവരാണ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. ഇവിടെ അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം തുടക്കത്തിലെ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. VS ജോയി എന്ന് പറയുന്ന അവിടുത്തെ DCC പ്രസിഡൻറ്റും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ, അവർ സ്ഥാനാർത്ഥിയാകാതിരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. VS ജോയി പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിലുൾപ്പെടെ സംസാരിക്കുമ്പോൾ ആ മുഖത്തുള്ള വല്ലാത്ത പ്രയാസവും എല്ലാം തന്നെ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായി VV പ്രകാശ് എന്ന് പറയുന്ന അന്തരിച്ചു പോയ കോൺഗ്രസിൻ്റെ നേതാവ്, കഴിഞ്ഞ അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് കൈപോലും കൊടുക്കാതെ അദ്ദേഹത്തെ തട്ടിമാറ്റി, അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ ആര്യടൻ ഷൗക്കത്ത് കടന്നു പോകുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള അവരുടെ കുടുംബം, അവരെ സ്നേഹിക്കുന്നവർ, അവരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് രൂപപ്പെട്ട ഈ പ്രശ്നങ്ങളിൽ ലീഗിലും വലിയ അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി പുറത്തേക്ക് വരുന്ന കാഴ്ച കാണുന്നു. അതാണ് ശ്രീ MK മുനീർ ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിനെതിരായി ശക്തമായ വിമർശനം ലീഗിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ടായല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നിഷേധിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം സ്പഷ്ടമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, ശ്രീ വഹാബ് MP ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഞങ്ങൾ ആഗ്രഹിച്ചതാണ് എന്ന് പറയുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രഷററാണ് ഷാഫി ചാലിയം, ഈ ചാനൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വരാജിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവതാരകന് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്, നിങ്ങൾ UDFിൻ്റെ നേതാവാണ് എന്ന്. ആ തരത്തിൽ സർവ്വസ്വീകാര്യനായി എല്ലാവർക്കും സ്വരാജ് മാറുന്ന ഒരു കാഴ്ച കൂടി ഇവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അലോസരമെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ നേരെ ചാരാനും ചാടി വീഴാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി കാണേണ്ടത്, ഇപ്പോൾ 9 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം, ആ ഭരണം നല്ല അഭിമാനപൂർവമായി ഹലോ കേൾക്കാമോ? കേൾക്കാം സജീഷ്. ഓക്കെ. 9 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നല്ല അഭിമാനപൂർവ്വം തന്നെ ആത്മവിശ്വാസത്തോടെ തന്നെ ഞങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിനപ്പുറമുള്ള ഒരു 5 വർഷമില്ലേ? ആ 5 വർഷം സന്ദീപ് വാര്യർക്കോ മറ്റ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ആളുകൾക്കോ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അത് ജനങ്ങൾ മറന്നുപോകും എന്നാണോ കരുതുന്നത്? ആര്യാടൻ എന്ന പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഓർക്കുക? ഞങ്ങളെല്ലാം മുമ്പ് വീട്ടിൽ പറയുമായിരുന്നു, ഇതാ ആര്യാടൻ വന്നു, ഇതാ ആര്യാടൻ പോയി എന്ന് പറയുമായിരുന്നു. കാരണം പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമായിരുന്നു കേരളത്തിൽ ഉടനീളം. വെളിച്ചമില്ലാത്ത കാലം, ആ കാലത്തെയല്ലേ ഇപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്? അങ്ങനെയല്ല ഈ കാലം. അധ്യയന വർഷ ആരംഭമാണിത്. പാഠപുസ്തകങ്ങൾ കിട്ടി, യൂണിഫോം കിട്ടി, കുട്ടികൾ സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നു. അതായിരുന്നോ ശ്രീ സന്ദീപ് വാര്യർ പണ്ട് UDFിൻ്റെ കാലം? പാഠപുസ്തകത്തിന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഓണം നേരത്തെ വന്നു, അതുകൊണ്ട് പരീക്ഷ അപ്പുറമാണ്, പാഠപുസ്തകമില്ല, യൂണിഫോം ഇല്ല, അതൊന്നും ഇനി കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലല്ലേ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്?
ആരോഗ്യ മേഖലയുടെ അവസ്ഥ, മറ്റോരോ മേഖലയിലെയും ഇവിടെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസക്കാലത്തോളം കുടിശ്ശിയാക്കി വെച്ചൊരു കാലം. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു നവകേരളത്തെ സൃഷ്ടിക്കാനുള്ള ലക്ഷ്യബോധത്തോടു കൂടി രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ, ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരെ അഭിമാനത്തോടു കൂടി കേരളത്തിലെ ജനത സ്വീകരിക്കുന്നു. അതാണ് നിലമ്പൂരിൽ കാണുന്നത്. അപ്പുറത്ത് കാണുന്ന ചക്കളത്തി പോരാട്ടമെല്ലാം കേരളത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൻവറിനെ കുറിച്ചൊക്കെ ഇപ്പോൾ സന്ദീപ് വാര്യരൊക്കെ സംസാരിക്കുകയാണ്. നിങ്ങളല്ലേ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ്റെ അഭിപ്രായം സന്ദീപ് വാര്യരുടെ അഭിപ്രായമാണോ? സന്ദീപ് വാര്യർ ഇപ്പോൾ ഇവിടെ പറഞ്ഞ അഭിപ്രായമല്ലല്ലോ മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരനുള്ളത്. ആ അഭിപ്രായമല്ലല്ലോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനുള്ളത്. ആ അഭിപ്രായമല്ലല്ലോ ശ്രീ ചെന്നിത്തലയ്ക്കുള്ളത്. ഇവർക്കെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും കോൺഗ്രസിലേക്ക് പുതുതായി വന്ന ശ്രീ സന്ദീപ് വാര്യർക്ക് ഉൾപ്പെടെ നല്ലത്. അല്ലാതെ VD സതീശൻ്റെ അഭിപ്രായം മാത്രമാണ് കോൺഗ്രസിലെ അഭിപ്രായം എന്നൊന്നും കരുതരുത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. അല്ലാതെ ഞങ്ങളിൽ നിന്ന് ആരെയെങ്കിലും അടർത്തിയെടുക്കാനോ ഒന്നും കഴിയില്ല. ഇപ്പോൾ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDFിൽ നിന്ന് പോയ ആളാണ്. കഴിഞ്ഞ സമയത്ത് വരെ UDFിൻ്റെ ഭാഗമായി നിന്നയാൾ ഇന്നലെ BJPയുടെ അംഗത്വം സ്വീകരിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം. ഞങ്ങൾ ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം നല്ല സന്തുഷ്ടരുമാണ്.